ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു കേക്ക് വ്ളോഗ് കാണാം. എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്ന എൻ്റെ കസ്റ്റമറെ കുറിച്ചും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇഷ്ടങ്ങളെ ഒപ്പം ചേർത്ത് പിടിക്കുന്നവരെ നമ്മുടെ കൂടെ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഞാനൊക്കെ ഈ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ചെറിയൊരു പരീക്ഷണമായിട്ടാണ് ഞാനിതിനെ കണ്ടിരുന്നത്. പക്ഷേ ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ ഫാമിലി തന്നെയാണ്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ചെറിയ പിഴവുകൾ ഉണ്ടാവുമല്ലോ, അതുപോലും എന്നോട് ക്ഷമയോടെ എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് അത് തിരുത്തി തന്ന് പുതിയ ഡിസൈനുകളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. ഈ കേക്ക് വ്ളോഗ് ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ കൂടെ അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസത്തോടെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെയാണ് ഇന്നത്തെ ഈ കേക്കും ഞാൻ സ്പെഷ്യലായിട്ടുണ്ടാക്കിയത് എൻ്റെ ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ്. അവരെല്ലാവരും എനിക്ക് തരുന്ന ആ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേക്ക് ആർക്കാന്നല്ലേ അതന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഇളച്ചൻ്റെ കുട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവരെനിക്ക് തന്ന ഓർഡറാണിത്. അവൾക്ക് അംഗനവാടിക്ക് കൊണ്ടുപോകാനും ഒന്ന് വീട്ടിൽ ഞങ്ങൾക്ക് കട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം ഉണ്ടാക്കിയത്. എൻ്റെ ഈ ബേക്കിംഗ് ലൈഫിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെ എൻ്റെ കൂടെ എൻ്റെ കട്ടക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷത്തോടു കൂടി എൻ്റെ ബേക്കിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. ഇത് അംഗനവാടിക്ക് കൊണ്ടുപോകാനുണ്ടാക്കിയ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. ചെറിയ കുഞ്ഞുമക്കൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ കളറ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം കളർഫുള്ളായിട്ടുള്ള ബട്ടർഫ്ലൈസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫില്ലിങ്ങും സ്പോഞ്ചൊക്കെ ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതും ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഓരോ കേക്കിൻ്റെ വർക്കും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ. ഇത് ഞങ്ങൾക്ക് വീട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കേക്കായിരുന്നു. ഈ കേക്ക് യൂണിക്കോൺ തീമിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനു വേണ്ടി ക്രീം 3 ബൗളിലേക്കായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് മൂന്ന് കളറാക്കി എടുത്തിട്ടുണ്ട്. പിങ്ക്, ബ്ലൂ, യെല്ലോ ഈ 3 കളറായിട്ട് എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഞാൻ കളർ ആഡ് ചെയ്തിട്ടുള്ളൂ. എനിക്കങ്ങനെ കേക്കിൽ ഒരുപാട് കളർ ആഡ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. ചെറിയ രീതിയിൽ ഒരു ഭംഗിക്ക് വേണ്ടി എന്തായാലും ആഡ് ചെയ്യാതെ വയ്യല്ലോ. അപ്പോൾ വളരെ കുറച്ച് കളറെടുത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. യൂണിക്കോൺ ടീമിലുള്ള കേക്ക് മതി എന്നാണ് എൻ്റെ കുട്ടി കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ ഇഷ്ടപ്രകാരം ആ രീതിക്ക് തന്നെ ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ ഇതുപോലെ ചേർത്ത് പിടിക്കുന്ന ഫാമിലി നിങ്ങൾക്കും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊരു നന്ദി പറയാനായിട്ട് നമ്മൾ മറക്കരുത് കേട്ടോ. ഏതൊരു കാര്യത്തിനും നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ഏത് കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ 2 കേക്കിൻ്റെ വർക്കും ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് പറയാൻ മറക്കല്ലേ. ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ നമ്മളിതിൽ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത്. ബട്ടർഫ്ലൈസ് കട്ട് ചെയ്തിട്ടാണ് അംഗനവാടിക്കുള്ള ഈ കേക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത മുതലേ അവരെൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ ഒരുവിധം എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങിക്കുന്നത്, എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കുടുംബം തന്നെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ് അല്ലേ. എൻ്റെ ഈ ബേക്കിംഗ് എന്ന് പറയുന്നത് എവിടെയും തളരാതെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ ഈ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ സംസാരത്തിൻ്റെ ഇടയിലൂടെ അംഗനവാടിക്കുള്ള കേക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വീട്ടിൽ കട്ട് ചെയ്യാനുള്ള കേക്ക് യൂണിക്കോൺ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതും കേക്കിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ 2 വർക്കും കൂടി കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്നുള്ളത് കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.